പ്രിയങ്ക ഗാന്ധിയുടെ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും ഏറ്റവും മോശപ്പെട്ട ന്യൂനപക്ഷ വർഗീയ ഘടകങ്ങളായിരുന്നുവെന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ്റെ ആക്ഷേപം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിച്ചതും വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണ കൊണ്ടാണെന്നും വിജയരാഘവൻ്റെ ആരോപണം. അടിക്കടിയുള്ള വിജയരാഘവൻ്റെ വിവാദ പ്രസ്താവനകൾ CPMന് തലവേദനയാകുന്നു. CPIM വയനാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് പ്രിയങ്ക ഗാന്ധിക്കെതിരായ A. വിജയരാഘവന്റെ പരാമർശമുണ്ടായത്. പ്രിയങ്ക ഗാന്ധിയോടോ നമ്മൾ കണ്ടില്ലേ ആരൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഓരോ ഘോഷയാത്രയുടെയും മുന്നിലും പിന്നിലും? ആരാ? ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ, തീവ്രവാദ ഘടകങ്ങൾ വരെ അതിലുണ്ടായില്ലേ? തീവ്ര വർഗീയ ഘടകങ്ങൾ ഉണ്ടായില്ലേ? അവരെല്ലാം ഉണ്ടായിരുന്നില്ലേ അതിൽ? അവരെല്ലാം ഇല്ലേ? എല്ലാവരും എന്തിനാണ് കാറിൽ പോകുന്നത്, അമ്മായിയമ്മയെ കാണാനാണോ എന്ന വിവാദ പ്രസ്താവനയ്ക്ക് ശേഷമാണിത്. സംസ്ഥാന നേതൃത്വം ആലങ്കാരിക പ്രതികരണമെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ടെങ്കിലും വിജയരാഘവന്റെ പ്രസ്താവനകൾ CPMന് തലവേദനയായിരിക്കുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ പാർലമെന്റ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ നടത്തിയ പ്രസ്താവന വലിയ വിവാദമായിരുന്നു. ആലത്തൂരിലെ ജനവിധിയെ തന്നെ നിർണ്ണയിക്കുന്ന ഘടകമായി വിജയരാഘവന്റെ പ്രസ്താവന മാറിയിരുന്നു. നിലമ്പൂരിലെ പ്രസംഗത്തിലെ വനിതാ മാധ്യമപ്രവർത്തകരായ പരാമർശവും വിവാദമായിരുന്നു. പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പ്രസ്താവനയെ പരോക്ഷമായി അനുകൂലിക്കുന്ന പ്രതികരണവും വിവാദമായിരുന്നു. സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി ആയിരിക്കുമ്പോഴായിരുന്നു വിജയരാഘവന്റെ ആ പ്രതികരണം. 24 തിരുവനന്തപുരം.